السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. കുറേ സമയമായിട്ടിങ്ങനെ ഇരിക്കായതുകൊണ്ട് ചെറിയൊരു ക്ഷീണം അനുഭവപ്പെടാൻ എനിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ബൈത്ത് ചൊല്ലിയിട്ടാണ്ട് ഇരിക്കുകയാണെങ്കിൽ അതാണ് പോകും. അല്ലാ അല്ലാ റബ്ബുനല്ലാ അല്ലാ അല്ലാ ഹസ്ബുനല്ലാ നഹ്മദുല്ലാ നഷ്കുറുല്ലാ ذلك فضل من الله. الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله. ഇരിക്കുക. വെള്ളം വേണ്ടവരൊക്കെ കുടിക്കുക. വെള്ളം അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ കുടിക്കുക. മോമിനിങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതഅല്ലിമീങ്ങളെ ദുആക്ക് ഇജാബത്തുള്ളവരായി പറഞ്ഞിട്ടുണ്ട്. 10 കൂട്ടക്കാർക്ക് ദുആക്ക് ഇജാബത്തുള്ളതിൽ ഒന്നാമത്തേത് ആലിമും രണ്ടാമത്തേത് മുതഅല്ലിമുമായാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള കുറേ ആളുകളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വിവരമില്ല എന്നുള്ളതാണ് അത്ര ഏറ്റവും വലിയ വിവരം. അന്തമില്ലാത്തൊരനന്തകോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളന്തമുണ്ടാവലാണേറ്റമന്തം. അജ്ഞനും വിജ്ഞനും തമ്മിലുള്ളന്തരം ആനയും പേനും കണക്കയത്രേ. അജ്ഞൻ പ്രഭുവായിട്ടെന്തു കാര്യം മഹാവിജ്ഞൻ ദരിദ്രനാണെങ്കിലെന്ത്. ആനയും പേനും തമ്മിലുള്ള ബന്ധാണ് വിവരമില്ലവനും വിവരമില്ലാത്തവനും തമ്മിൽ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാണോ എന്ന് നബിയെ നിങ്ങൾ ചോദിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ നബിയെ തങ്ങൾ ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന, വിവരമുള്ളവർ ഒരേ മാതിരിയാണോ എന്ന് ചോദിക്കുക. വല്ലദീന ലാ യഅലമൂന, വിവരമില്ലാത്തവർ ഒരേ മാതിരിയാണോ എന്നും ചോദിക്കുക. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി അതിലുണ്ട്, വിവരമുള്ളവരും വിവരമില്ലാത്തവരും കൂടിയാ ഒരേ മാതിരിയാകുമോ എന്നും ചോദിക്കുക. എല്ലാ വിവരമുള്ളവരും ഒരേ മാതിരിയല്ല, എല്ലാ വിവരമില്ലാത്തവരും ഒരേ മാതിരിയല്ല. വിവരമുള്ളവരും വിവരമില്ലാത്തവരും കൂടിയാലും ഒരേ മാതിരി ആവില്ല എന്നുള്ളതാണ്. പലപ്പോഴും പറ്റുന്ന വലിയൊരു അബദ്ധം താരതമ്യം ചെയ്യുന്നിടത്താണ്. ഒക്കെ കണക്കന്നെ എന്ന് പറയും ചിലവർ. മൂല്യന്മാരൊക്കെ കണക്കന്നെയാണ് അറിയും. ആദ്യത്തെ മൂല്യർ ആദം നബി അലൈഹി ഇസ്ലാമാണ്. അത് മൂപ്പര് മറന്നതാ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ
സുമ്മാറളഹും അലൽ മലായിക. ആദ്യത്തെ മൗലവി സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമാണ്. ആജ്യന്മാരൊക്കെ കണക്ക് തന്നെ എന്ന് പറയും. ആദ്യത്തെ ആജ്യര് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ കണക്ക് തന്നെ എന്ന് പറയും. അമ്പിയാക്കളൊക്കെ രാഷ്ട്രീയക്കാരാ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാഷ്ട്രീയക്കാരനാണ്. അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടുമാസാണ്. ഇൽമിൻ്റെ വഴിയിൽ ധാരാളമായി സഞ്ചരിച്ച ഒരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാവരും കണക്കാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. അതായത് ലോകത്തിൻ്റെ ആരംഭം മുതലുള്ള മനുഷ്യന്മാരെ പിന്തുണക്കാൻ രണ്ടാലൊരു ശക്തി ഉണ്ടായിട്ടുണ്ട്. ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള ആൾക്കാരെ രണ്ടായി തിരിച്ചാൽ, ആദ്യ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള മനുഷ്യന്മാരെ രണ്ടായി തിരിച്ചാൽ ഒന്നുകിൽ സലാമത്തിൻ്റെ അഹലുകാരായിരിക്കും, അല്ലെങ്കിൽ ഫിത്നയുടെ അഹലുകാരായിരിക്കും. ഇത് രണ്ടും അല്ലാത്ത വേറൊന്നുമില്ല. കുറച്ച് സലാമത്തും കുറച്ച് ഫിത്ന അങ്ങനെ ഉണ്ടാവില്ല. ഫിത്നയാണെങ്കിൽ ഫിത്ന തന്നെയാണ്, സലാമത്താണെങ്കിൽ സലാമത്ത് തന്നെയാണ്. ആദ്യ മനുഷ്യൻ ഫിത്നൻ്റെ അഹലുകാർക്ക് പിശാച്ചിൻ്റെ പിന്തുണയുണ്ടാവും. രണ്ടാലൊരു പിന്തുണ ഉള്ളവരല്ലാതെ ലോകത്തില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. രണ്ടാലൊരു പിന്തുണ ഉണ്ടാവും. ഒന്നുകിൽ മലക്കിൻ്റെ പിന്തുണ, അല്ലെങ്കിൽ പിശാച്ചിൻ്റെ പിന്തുണ. മലക്കിൻ്റെ പിന്തുണ കിട്ടിയവർ സലാമത്തിൻ്റെ അഹലുകാരാണ്. ഓരോട് അവസാനൊരു വർത്താനുണ്ട്. സലാമത്തിൻ്റെ അഹലുകാരോട് അവസാനൊരു വർത്താനുണ്ട്. സ്വർഗത്തിൽ വെച്ചാണ് ആ വർത്താനം പറയാം. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമത്തിൻ്റെ അഹലുകാർ ഓരോട് അവസാനം പറഞ്ഞ വർത്താനം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നാണ്. ഐസ്ക്രീം തിന്നിങ്ങനെ ഇരിക്കുമ്പോൾ ലഹും അവർക്കുണ്ട് ഫീഹാ അതിൽ ഫാക്കിഹത്തുൻ ഐസ്ക്രീം, വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദിക്കണ എല്ലാ സാധനം കിട്ടും. പിന്നെ അവരോടൊരു വർത്താനുണ്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇതാണ് സലാമത്തിൻ്റെ അഹലുകാർ. ഓരോട് ഇടക്കിടക്ക് സലാമത്തിൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫിത്നൻ്റെ ആൾക്കാരുണ്ട്, അത് വേറൊരു വിഭാഗമാണ്. ഓലോട് അവസാനം അള്ളാഹു തആല കൈയൊഴിയുമ്പോൾ ചെയ്ത്താനൊരു വർത്താനം പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മക്കുള്ള എല്ലാ വഴികളും ഉണ്ടാക്കി തന്നിട്ട് എന്തിനെ ചെങ്ങായെ ഞാൻ പറഞ്ഞതിൻ്റെ ഒപ്പം ഇജ്ജ് കൂടിയത്? എനിക്കെന്നെ കേടുവരുത്താൻ പറ്റൂലായിരുന്നു, ഇജ്ജ് കേടെന്നതാണ്. എനിക്കിങ്ങനെ വർത്താനം പറയാനേ പറ്റുള്ളൂ, കേടുവരുത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല, പ്രേരിപ്പിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഈ വെറുതെ എൻ്റെ ഒപ്പം കൂടിയാണ്ട് കേടുന്നില്ലേ എന്ന് പറഞ്ഞാണ്ട് പിശാച്ച് കഴിയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ പറയണത് എന്താ വെച്ചാൽ, നല്ലത് കേടെന്നാൽ പറ്റ മോശമാവും. ഇപ്പം ഇന്ന് നമ്മൾ ദുഹ്റുസ്കരിക്കാനേ പള്ളിക്ക് ചെന്നിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നാൽ സാധാരണയുള്ളതല്ലാതെ ഒരു സ്പെഷ്യൽ സ്മെല്ലുണ്ടാകും. അതിൻ്റെ കാരണം നെയ്ച്ചോറും പോത്തിറച്ചിയാണെന്നുള്ള തന്നെ കാരണം. നല്ല കേടെന്ന ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ ബാത്റൂമിൽ അസർക്ക് പോയി നോക്കിയാൽ സാധാരണ ഉള്ള സ്മെല്ലല്ല ഉണ്ടാകുക, ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകുക. അതിൻ്റെ കാരണം എല്ലാവരും ബിരിയാണി കഴിച്ചു എന്നുള്ളത് തന്നെയാണ്. നല്ലത് കേടെന്നാൽ പറ്റ മോശമായി. ദർസക്ക് പോയിട്ട് കോളേജിക്ക് പോയിട്ട് 2 കൊല്ലം കോയങ്ങാണ്ട് പിന്നെ പോയില്ലെങ്കിൽ ഓൻ പറ്റ കുരുത്തം കെട്ടാനാവും. അതുകൊണ്ട് പോയവരൊക്കെ ഇനി പൂർത്തിയാക്കിയേ പറ്റൂ. പോയവരെന്തായാലും ഇനി മുഴുവനാക്കിയേ പറ്റുള്ളൂ. അല്ലാഹു തആല കമാലിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ശൈത്താൻ നുക്സാനിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു സംഗതി മുഴുവനായില്ലെങ്കിൽ ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങിക്കുന്നവൻ പലപ്പോഴും പിശാചന്നായിരിക്കും. എന്തിനാ തുടങ്ങിക്കണത്? മുഴുവാക്കാതിരിക്കാൻ. ചിലപ്പോൾ ദിക്റൊക്കെയാണ് തുടങ്ങിപ്പിക്കും, നമ്മളെ കൊണ്ട് തഹജ്ജുദൊക്കെയാണ് തുടങ്ങിപ്പിക്കും. എന്തിനാ തുടങ്ങിപ്പിക്കണത്? മുഴുവനാക്കാതിരിക്കാൻ. മുഴുവനാകാത്ത എല്ലാ പരിപാടിയോടും ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്. മുഴുവനാകുന്ന എല്ലാ അമലുകളോടും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കമാലിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ ലയനത്താക്കപ്പെട്ട പിശാച് നുക്സാനിയത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നുക്സാനിയത്ത് എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെ മുഴുവൻ
ലാനത്താക്കപ്പെട്ട പിശാച് ശുയിപ്പാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുക. നന്നാവാൻ ആർക്കും പറ്റും. നുബുവത്തല്ലാത്ത എല്ലാ കാര്യങ്ങളും അധ്വാനിച്ച് നേടാം. നബി ആകാൻ മാത്രം അധ്വാനിച്ചാൽ പറ്റൂല. ഒരാൾക്ക് ഒരുപാട് നിസ്കരിച്ചു, നബി ആവില്ല. കുറേ നോമ്പ് പറ്റൂ, രാത്രി ഉറങ്ങാതെ ഇബാദത്തെടുത്തു, പകൽ സമയം മുഴുവനായും നോലുമ്പ് പറ്റൂ, നബി ആവില്ല. അതിൻ്റെ താഴെയുള്ള എല്ലാതും അധ്വാനിച്ചാൽ നേടാൻ പറ്റും. എല്ലാവർക്കും വലിയാവാൻ പറ്റും, എല്ലാവർക്കും കുത്തുബാവാൻ പറ്റും, എല്ലാവർക്കും ആബിദാവാൻ പറ്റും, എല്ലാവർക്കും സ്വാലിഹാവാൻ പറ്റും, എല്ലാവർക്കും ദുആക്ക് ഇജാബത്തുള്ളവനാകാൻ പറ്റും, എല്ലാവർക്കും വിശ്വാസം കൂട്ടിയെടുക്കാൻ പറ്റും, എല്ലാവർക്കും കലിമ ചൊല്ലി മരിക്കാൻ പറ്റും. നബി ആവലല്ലാത്ത എല്ലാ പരിപാടിയും എല്ലാവരെ കൊണ്ടും നടക്കും. അധ്വാനിക്കാൻ തയ്യാറാണെന്നേ ഉള്ളൂ. അധ്വാനിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. എനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം? ഞാനൊന്നും തോരുന്നാൽ കിട്ടൂല. ഈ കാരണം അള്ള എന്നെ പറ്റിച്ചാൻ വേണ്ടി പറഞ്ഞതാണ് തരാന്ന്. അങ്ങനെ നമുക്ക് തോന്നിയാൽ പിന്നെ അങ്ങനെ കിട്ടുക? നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്, പറ്റിക്കാൻ പറഞ്ഞൊന്നല്ല. നമ്മൾ തോരുന്നാൽ ഇജാബത്ത് കിട്ടുന്ന ആദ്യം ഞമ്മക്കണ്ട് തോന്നണം, എന്നാൽ കിട്ടും. ഞാൻ കലിമ ചൊല്ലിയിട്ടേ മരിക്കൂ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കലിമ ചൊല്ലി മാത്രമേ മരിക്കുകയുള്ളൂ. നിങ്ങൾ സനത് വാങ്ങിയിട്ടേ നിൽക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? സനത് വാങ്ങിയിരിക്കും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. എല്ലാ വിഷയവും അങ്ങനെയാണ്. നമ്മുടെ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇലാഹിയായ വഴിയിലെ കമാലിയത്തിനെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഒരിക്കലും അതിലേക്ക് എത്തിച്ചേരാതിരിക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളുടെ സംസാരത്തിൽ തങ്ങളവറുകൾ ദീർഘമായി പറഞ്ഞത് അദബ് പാലിക്കുന്നതിനെ കുറിച്ചാണ്. മുതഅല്ലിമീങ്ങൾ വളരെയധികം അദബുള്ളവരായിരിക്കണം. ശൈഖുനാ അത്തിപ്പറ്റ് ഉസ്താദ് മുതഅല്ലിമീങ്ങളോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. രാത്രി എവിടെയെങ്കിലും വല്ല പരിപാടിക്കും പോയാൽ സ്പെഷ്യലായ ഭക്ഷണങ്ങൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. മുതഅല്ലിമീങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. വിജയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇതൊരു വലിയ ബർക്കത്തുള്ള വഴിയാണ്. ഞാനൊരു സാങ്കല്പിക കഥ പറയാം നിങ്ങളോട്. ഞാനത് പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പള്ളിക്ക് റമദാൻ മാസം കഴിഞ്ഞിട്ട് ശവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരിക്കൽ ദർസിൻ്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞപ്പോലോട് ഈ സംഭവം പറഞ്ഞു. സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് വരെ പോയി നല്ലോണം മാർക്കൊക്കെ കിട്ടി ഒരു 5-6 A+ ഒക്കെ ഉണ്ടെങ്കിൽ +2 എന്തായാലും പറഞ്ഞേക്കണം, പഠിക്കട്ടെ. +2 അത്യാവശ്യം തിരക്കടില്ലാതെ ജയിച്ചാൽ ഡിഗ്രിക്ക് പറഞ്ഞേക്കണം. ഡിഗ്രിയും കഴിഞ്ഞാൽ വല്ല B.Ed എന്തെങ്കിലും എടുക്കണം, മാഷ് ആവണം. അല്ലെങ്കിൽ പിന്നെ MA പഠിപ്പിക്കണം, ഉഷാറാവണം. SLC ജയിച്ചില്ലാന്ന് കൂട്ടുക. ഒരു 4 A+ കിട്ടിയില്ല. കഷ്ടിച്ച് Bയും Cയും ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ ആണ്ട് തട്ടിമുട്ടി കാലൊടിഞ്ഞില്ലാന്നേ ഉള്ളൂ, രക്ഷപ്പെട്ടതാണ് എന്ന് വെക്കുക. എന്നാൽ പിന്നെ ആ പണിമ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് കൊണ്ടാക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ജൂനിയേഴ്സിന് എല്ലാ പ്രയാസമുള്ള പണിയും കിട്ടും. പഞ്ചസാര ചാക്ക് ഏറ്റലും ഉപ്പും ചാക്ക് പൊടിച്ചു കൊടുക്കലൊക്കെ ജൂനിയേഴ്സിൻ്റെ പണി കഴിക്കാനും. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന് നമ്മൾ തയ്യാറായേ പറ്റുമോ. അതിന് കോളേജിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജൂനിയേഴ്സിന് കുറച്ച് പ്രയാസമുള്ള ജോലികളുണ്ടാവും. അതിന് തയ്യാറാവണം, എന്നാലേ സീനിയറാവുള്ളൂ. ചെന്നൈക്കിന് ആരും സീനിയറാവൊന്നുമില്ല, ഒന്നിലും സീനിയറാവില്ല. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലും എല്ലാവരും ജൂനിയേഴ്സാണ്. കുറച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ ഈ വലുപ്പത്തിൽ ഇങ്ങനെ ഉമ്മ വെറ്റപ്പോൾ തന്നെ ഇങ്ങനെ വയലു വരാൻ തുടങ്ങിയൊന്നല്ല. ആദ്യം ജൂനിയറായിട്ട് പിന്നെ സീനിയറായതാണ്. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ജൂനിയേഴ്സിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, അത് സഹിച്ചേ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് പഞ്ചസാര ചാക്കൊക്കെ ഏറ്റിങ്ങനെ പോയി ഉഷാറായി കുഴപ്പമില്ല എന്ന് തോന്നിയാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി എവിടേക്കേലും പോകുമ്പോൾ ആ ക്യാഷ് കൗണ്ടർ ഒന്ന് ശ്രദ്ധിക്കൊണ്ടു എന്ന് പറയും.
അത് വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്താലേ അടുത്ത പ്രാവശ്യം പർച്ചേസിന് പോകുമ്പോൾ കൊണ്ടുപോകും. ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പർച്ചേസ് ചെയ്യൽ. വിൽക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വാങ്ങണത്. വാങ്ങണ്ടോടത്തുനിന്ന് വാങ്ങണം. വിൽക്കലെവിടെയും വിൽക്കാം, വിൽക്കലെവിടെയും വിൽക്കാം. എല്ലാതും ഇതിലേക്ക് എടുത്തോളിട്ടോ. വിൽക്കലെവിടെയും വിൽക്കാൻ പറ്റും, പക്ഷെ വാങ്ങണത് വാങ്ങണ്ടോടത്തുനിന്നായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പർച്ചേസിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്യാഷ് കൗണ്ടർ കൈകാര്യം ചെയ്തപ്പോൾ നല്ല വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്താൽ മുതലാളി പർച്ചേസിന് കൊണ്ടുപോകും. പർച്ചേസ് നടത്തുന്ന സ്ഥലമൊക്കെ കണ്ട് പരിചയപ്പെട്ട് അതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഓൻ പറയും, അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, ഞാനത് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇജ്ജ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടോ, ഞാനും സഹായിക്കാമെന്ന് പറയും. രണ്ടാളും കൂടി പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിങ്ങാണ്ട് വലിയൊരു പൈസക്കാരനാവാം. നല്ല തന്നെയാണ്, പൈസയും വേണം, കാര്യങ്ങൾ നടക്കണമെങ്കിൽ പൈസ വേണമല്ലോ, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, 4 ദിവസമൊക്കെ പോയിട്ട് ഇങ്ങനെ സിമൻറ്റും ചാക്കല്ല പിന്നെ പഞ്ചസാര ചാക്കൊക്കെ ഇങ്ങനെ ഏറ്റിയപ്പോൾ ഓനൊരു ഇടങ്ങേറ്. ഓൻ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഇന്നെക്കൊണ്ട് ഈ പണി നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അയക്കണ്ട, അടുത്ത പരിപാടി കോഴിപ്പീടിയിൽ നിർത്തുക. അതിൻ്റെ തൊട്ട് താഴെ മോശം എന്നല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. ഇറച്ചി കച്ചവടം ചെയ്യണവരും മീൻ കച്ചവടം ചെയ്യണവരും പെര കയറ്റിയിട്ടും കുട്ടികളെ കെട്ടിയിട്ടും കടം വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്നോട് യോജിപ്പുണ്ടോ ഇല്ല എന്നറിയില്ല. മീൻ കച്ചവടം ചെയ്യണവരും ഇറച്ചി കച്ചവടം ചെയ്യണവരും പെര കയറ്റിയിട്ടും കുട്ടികളെ കെട്ടിയിട്ടും കടം വരുത്തി വെക്കാറില്ല. ഒരു മനുഷ്യന് കടം വരുന്ന 2 പ്രധാനപ്പെട്ട വഴിയാണ്, ഒന്ന് കുട്ടികളെ കെട്ടിക്കൽ, ഒന്ന് പെരപ്പണി. പക്ഷേ മീൻ കച്ചവടക്കാരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇറച്ചി കച്ചവടക്കാരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നല്ലൊരു ബർക്കത്തുള്ള പരിപാടിയാണ്. മട്ടത്തിന് അറുത്തിട്ട് തന്നെയാണ് കൊടുക്കണതെങ്കിൽ നല്ല ബർക്കത്തുള്ള പരിപാടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് നടക്കൂലെങ്കിൽ പിന്നെ കോഴിപ്പീടിയിൽ നിർത്തുക, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിന് നിർത്തുക. ആ കോയിനെങ്ങനെയാണ്ട് വെട്ടുമ്പോൾ ചോര മേത്തുക്കിണ്ട് തെറിക്കും. അപ്പോൾ ഓനെ സഹിക്കാൻ പറ്റണില്ല. വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഉപ്പ ഇന്നെക്കൊണ്ട് ഈ പണി നടക്കൂല എന്ന് പറഞ്ഞാൽ അടുത്തത് വർക്ക്ഷോപ്പിൽ നിർത്തുക. മോട്ടോർ സൈക്കിൾ നേരാക്കാൻ, കാറ് നേരാക്കാൻ നല്ല പണിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല പണിയാണ്. ജീവിതത്തിൻ്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ ആളുകളെ സഹായിക്കലാണ് വർക്ക്ഷോപ്പ്. നല്ല പരിപാടിയാണ്, നല്ല പണിയാണ്, ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ മേത്ത് കരിയാവും. തുണിങ്ങപ്പായ നല്ല എടുത്ത് പോയിട്ട് കാര്യമില്ല, അതിൽ കരിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓനെ സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ വാപ്പ വലിയ ആളായിട്ട് ഇപ്പോൾ ഞാൻ മേത്ത് കരിയാക്കി ഇങ്ങനെ നടക്കണമെന്നാണ് തോന്നണേ, സഹിക്കാൻ പറ്റണില്ല. വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇന്നെക്കൊണ്ട് വാപ്പ ഈ കാര്യം പറ്റൂല എന്ന് പറഞ്ഞാൽ അടുത്തതായി ഓതാൻ പറഞ്ഞേക്കുക പള്ളിയേക്ക്. അടുത്ത പരിപാടി ഓതാൻ പറഞ്ഞേക്കുക പള്ളിയേക്ക്. അങ്ങനെ പള്ളിയേക്ക് ഓതാൻ പോയി ഒരു 2 കൊല്ലം 3 കൊല്ലം ഇങ്ങനാണ്ട് ഓതി, വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇങ്ങനാണ്ട് എടുത്ത് ചെറിയൊരു തലകെട്ടൊക്കെ കെട്ടിയിട്ട് റമളാൻ മാസത്തെ ഒഴിവിന് നാട്ടിൽ വന്നിട്ട് ജുമാൻ്റെ ശേഷം അങ്ങോട്ട് നീച്ചെന്ന് വർത്താനം പറഞ്ഞാൽ എല്ലാ പൈസക്കാരും ആജിയന്മാരും മൂക്കത്ത് വിരലിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കും, കുഞ്ഞാമീൻ്റെ ചെറുക്കൻ തന്നെ അല്ലപ്പാ പറയണത്. ജീവിതത്തിലെ വലിയൊരു മാറ്റമാണത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? 2 കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. 2 കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റമുണ്ടാകുന്നത്. ഒന്ന്, സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത്. ഏതാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്? സംഗതി ഇപ്പം നമ്മൾ വിചാരിക്കും, പള്ളിക്കങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ മുത്താലിമ്യങ്ങളെ സ്വീപ്പാക്കണ കുറേ വയസ്സായ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് തോന്നും അയാളിപ്പോൾ എന്നെ നന്നായത് എന്നാന്നുള്ളത് പ്രശ്നമല്ല, നന്നായില്ലേ, അതാ പ്രശ്നം. എന്നാന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മാലം യുഗർഗർ നന്നായാൽ മതി. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് നന്നായാൽ അള്ളാഹു സ്വീകരിക്കുകയും ഞമ്മക്കേ മടിയുള്ളൂ. ഓപ്പം എന്നെ ഇങ്ങനെ കുറേശ്ശിയായത്, അള്ളാഹ്ക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അള്ളാഹു തആല സ്വീകരിക്കും. അപ്പം നന്നായൊരു നന്ന ഓലും നന്നായവർ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. സ്വാലിഹീങ്ങളായ കുറേ ആളുകളുടെ സുഹ്ബത്ത് കിട്ടും. സഹാബത്ത് റളിയല്ലാഹു അൻഹും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി പോയതായിരുന്നില്ല, അവർ സുഹബത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇൽമ് കിട്ടിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇൽമ് പഠിക്കാൻ പോയതല്ല, പിന്നെന്തിനെ അവിടെ അങ്ങനെ ഇരിക്കാൻ പോയതാണ്.
ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് തീബു വന്നിസാഅ വഖുറത്തു ഐനി ബിസ്സലാ. KL 65J 118 എന്ന വണ്ടി നിലവിലിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. KSEBക്ക് മരം മുറിക്കാനുള്ള ആളുകൾ വന്നിട്ടുണ്ട്, ഉടനെ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് തീബു വന്നിസാഅ വഖുറത്തു ഐനി വജുഇലത് ഖുറത്തു ഐനി ബിസ്സലാ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ഒന്ന് സുഗന്ധവും മറ്റൊന്ന് സ്ത്രീയുമാണ്. രണ്ടാമത്തേത് നിസ്കാരത്തിലെ കണ്ണിൻ്റെ കുളിർമയുമാണ്. സഹാബത്തെ ഇങ്ങക്ക് ഏതാ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, പൊന്നാരൻ നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ പോയതല്ല, മുഖത്തേക്ക് നോക്കാൻ പോയതാണ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിളല്ല. പരിശോധിച്ചിട്ടാണ് പറയണത് കേട്ടോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹാഫിളല്ല, ഖുർആൻ മുഴുവനും പഠിച്ച ഹാഫിളല്ല. എന്നാലും ഈ ഉമ്മത്തിൻ്റെ ആളുകളുടെ പേരിങ്ങനെ എഴുതുമ്പോൾ ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് എഴുതുക. എന്താ കാരണം? മുഖത്ത് നോക്കാൻ പോയി എന്നുള്ളതന്നെ കാരണം. സുഹബത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഹബത്തിലൂടെ ഇൽമ് ലഭിക്കുന്നതാണ്. ഇൽമ് പഠിക്കാൻ പോകണമെന്നില്ല. സുഹബത്ത്, സഹവാസം വളരെ പ്രധാനമാണ്. സാധാരണ പഴമക്കാർ പറയലുണ്ട്, ചാരിയാൽ ചാരിയത് മണക്കുന്ന്. അങ്ങനെ തന്നെയാണ്. കല്യാണം പെണ്ണന്വേഷിക്കാൻ ചെന്നു, അല്ലെങ്കിൽ പുതിയാപ്പണ്ണ അന്വേഷിക്കാൻ ചെന്നിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ചെക്കനെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു. ഓൻ കുഴപ്പമൊന്നുമില്ല, ഓൻ്റെ കൂട്ടുകാർ വലിയൊരു കുണമില്ല എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട തന്നെ ഓനും ഉറപ്പായി. ഇനി വല്ലാതെ അന്വേഷിക്കാൻ പോകുമൊന്നും വേണ്ട. കൂട്ടുകാർ കുണമില്ലെങ്കിൽ ഓനും കുണമില്ല. കൂട്ടുകാർ മരത്തമ്മ കയറുന്ന സൈസാണെങ്കിൽ ഓനും കയറും. അത് ഉറപ്പല്ലേ? കൂട്ടുകാർ ഉസ്താദില്ലാത്തുമ്പോൾ കുളത്തിൽ ചാടുന്ന സൈസാണെങ്കിൽ ഓനും ചാടുന്ന്. കൂട്ടുകാരെന്താ വെച്ചാൽ അതന്നെ ഓനും, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ പോസിറ്റീവുകൾ വേഗത്തിൽ സ്വീകരിക്കാൻ പറ്റും, നെഗറ്റീവ് സാവകാശം സ്വീകരിക്കുള്ളൂ. പോസിറ്റീവ് എനർജിയുള്ള ഒരാളുടെ കൂടെ കൂടിയാൽ അത് പകരുന്ന അത്ര എളുപ്പം നെഗറ്റീവ് എനർജി ഉള്ളത് പകരൂല. നിസ്കരിക്കണവൻ്റെ ഒപ്പം കൂടിയാൽ നിസ്കാരം തുടങ്ങണ അത്ര സ്പീഡിൽ കള്ളുടിക്കണവൻ്റെ ഒപ്പം കൂടിയാൽ കള്ളുടി തുടങ്ങൂല. നെഗറ്റീവ് കുറച്ച് സാവകാശം എഫക്റ്റ് ചെയ്യുള്ളൂ, പോസിറ്റീവ് വേഗത്തിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ചാരിയാൽ ചാരിയത് മണക്കുന്നുള്ളത് ശരിയാണ്. ആരാ കൂട്ടുകാരൻ എന്നത് വളരെ പ്രധാനമാണ്. പരിചയക്കാരാരുമാകാം, കൂട്ടുകാരെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പരിചയക്കാരും പറ്റും, നാട്ടുകാരൊക്കെ നമ്മളെ പരിചയക്കാരാണ്, ഒരു കുഴപ്പമില്ല. പരിചയം എല്ലാവരും ഉണ്ടായി, ഒരു കുഴപ്പമില്ല. പരിചയക്കാരനല്ല പ്രശ്നം, കൂട്ടുകാരൻ വളരെ പ്രധാനമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ജാഹിലിയ കാലഘട്ടത്തിൽ വ്യഭിചരിച്ചിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മദ്യപിച്ചിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് പടച്ചോന്മാരെ കച്ചവടമായിരുന്നുണ്ടായിരുന്ന ജോലി. നല്ല പടച്ചോന്മാരുണ്ടായിട്ട് വിൽക്കലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാൻ്റെ പണി. എന്നിട്ട് പോലും ജാഹിലിയത്തിൽ പോലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരൻ്റെ യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ യോഗ്യത എന്ന് പറയുന്നത്. ഇന്നമാ മസലുൽ ജലീസി സ്സാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം അത്തറ് കച്ചവടക്കാരൻ്റെ മാതിരിയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തറ് കച്ചവടക്കാരൻ്റെ ഒപ്പം പോയാൽ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു കുപ്പി അത്തറ് വാങ്ങാം. ചെറിയൊരു കുപ്പിയിൽ ലേശം തരും അത്തറ്, പൈസ ഉണ്ടെങ്കിൽ. പൈസ ഉണ്ടായില്ല നോക്കുക, ആരേലും വാങ്ങുമ്പോൾ ചെറിയ കുപ്പിക്ക് നിറച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിക്കുമ്പോൾ കയ്യുമ്മ കൂടി ഒലിക്കണത് നമ്മളെ മേത്ത് തേച്ച് തരും. പൈസ ഇല്ലാതെ സെൻറ്റ് കിട്ടും.
അതും ഉണ്ടായില്ല. അയാൾ ഫില്ലർ കൊണ്ട് എടുത്തിട്ട് സൂക്ഷിച്ച് ഒഴിക്കണ ആളാണ്. എന്നാലേ വാസന കിട്ടും. അത് അയാളെ കൊണ്ട് തടുത്താൻ നിൽക്കൂല. നല്ലോൻ്റെ ഒപ്പം കൂടിയാൽ അങ്ങനെയാണ്. വാസന തടുത്താൻ നിൽക്കൂലല്ലോ, അതെന്തായാലും വരും. ചീത്ത മനുഷ്യൻ്റെ ഉദാഹരണം, ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. കരുവാൻ്റെ അടുത്ത് ചെന്നിരുന്ന മാതിരിയാണ്. എത്ര ദൂരെ ഇരുന്നാലും, അടുത്തിരുന്നാൽ തീപ്പൊരി പാറി വന്ന് തുണിയും കുപ്പായും ഓട്ടയാവും. ദൂരെ ഇരുന്നാൽ കറുത്ത പുക വന്നിട്ട് മൂക്കിൽ കൂടെ കയറിയിട്ട് ആസ്തമ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ നോക്കിയാലും ഇടങ്ങാറാണ്. അതൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ ചെങ്ങായിക്ക് കരിയിലോടുത്ത് പോയിരിക്കൽ ആ പണിയിൽ നിന്ന് നാട്ടുകാർ പറയെങ്കിലും ചെയ്യും. എങ്ങനെ നോക്കിയാലും ഇടങ്ങാറാണ്. അപ്പം നല്ല കൂട്ടുകാരൻ്റെ മനുഷ്യന്മാർക്ക് നല്ല കൂട്ടുകാർ വേണം. പരിചയക്കാരും ആകാം. പരിചയക്കാരെ മുഴുവനും കൂട്ടുകാരായി കാണരുത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയിരുന്നത് സുഹബത്തിന് വേണ്ടിയായിരുന്നു. സുഹബത്ത് അവരെ വളരെ വലിയ ഉയരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആരോടാണോ സുഹബത്ത് നടത്തുന്നത് അയാളുടെ ക്വാളിറ്റി തന്നെയാണ് സുഹബത്ത് നടത്തുന്ന ആൾക്കും ഉണ്ടായിരിക്കുക. എന്തിനോടാണോ ചാരുന്നത് ആ ചാരുന്നതിൻ്റെ ക്വാളിറ്റിയാണ് ചാരപ്പെടുന്നവനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സുഹബത്ത് വളരെ പ്രാധാന്യപൂർവ്വം കാണണം. ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. ദുആക്ക് ഇജാബത്തുള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടത്. ദുആഉ അശിരിൻ ലം യുറദ്ദ റബ്ബുന വഉദ്ദഉ ലാലിമൻ ഫീ ദീനിന വസാനി മൻ യതഅല്ലമുൽ ഇൽമ അഖി സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു അഖി. ആലിമിന് ദുആക്ക് ഇജാബത്തുണ്ട്, മുതഅല്ലിമിന് ദുആക്ക് ഇജാബത്തുണ്ട്, സൽസ്വഭാവിക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, രോഗിക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, യാത്രക്കാരൻ ഇജാബത്തുണ്ട്, ഹാജിക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, ഉമ്മാനെ നോക്കണോന് ദുആക്ക് ഇജാബത്തുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള കുറേ ആൾക്കാരുണ്ട്. സൽസ്വഭാവികൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ്. സൽസ്വഭാവികൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. അബ്ബാസിനെ കാണുമ്പോൾ ആരെങ്കിലും ദ്വാരക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വിലായത്തില്ലാത്ത ഔലിയാഇൻ്റെ സ്ഥാനത്താണുള്ളത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കുട്ടികൾ വിലായത്തില്ലാത്ത ഔലിയാഇൻ്റെ സ്ഥാനത്താണുള്ളത്. ഔലിയാഇൻ്റെ സ്ഥാനത്തുള്ള ഒരു ദ്വാരന ഇജാബത്തുണ്ടാവും. ഉറപ്പന്നെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മളതിൽ വല്ലാതെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നന്മയുടെ വാക്താക്കളായി മാറാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയൊരു നിഅമത്ത് തന്നു. ഈ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചു എന്നുള്ളത് വദാലിക ഫളിലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഫളിലാണ്. ഇസ്ലാം വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിടഞ്ഞിരുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഗേറ്റിൻ്റെ അപ്പുറത്ത് തന്നെ നിൽക്കുന്നത് പോലെ ആരും ഇവിടെ കടന്നിട്ടില്ല. എന്തേ കാരണം? തൗഫീഖില്ല എന്നുള്ളതിനാണ് പ്രധാനം. ഏതൊരു വിഷയത്തിൻ്റെയും തൗഫീഖ് വളരെ പ്രധാനമാണ്. തൗഫീഖ് കിട്ടണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. നിയ്യത്തിൻ്റെ ശേഷമേ തൗഫീഖുള്ളൂ, നിയ്യത്തിൻ്റെ മുമ്പ് തൗഫീഖില്ല. തൗഫീഖ് വരണമെങ്കിൽ ആദ്യം കരുതണം. സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്ന് കരുതിയാലേ അതിനുള്ള തൗഫീഖ് വരുള്ളൂ. തൗഫീഖ് വരട്ടെ, അപ്പം കരുതാൻ തീരുമാനിക്കണ്ട. ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ തൗഫീഖ് വരുള്ളൂ. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. തൗഫീഖ് എന്ന് പറഞ്ഞ സാധനം പിന്നിന്ന് തള്ളണ സാധനമാണ്. അതിനാദ്യം ലക്ഷ്യം കാണണം. എങ്കിൽ മാത്രമാണ് തൗഫീഖിൻ്റെ പിന്നിൽ നിന്നുള്ള തള്ളലുണ്ടാവുക. ഇത് വളരെ പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ കാര്യം കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം. ആലിമീങ്ങളുടെ വേഷം സ്വീകരിക്കണം. മുതഅല്ലിമീങ്ങളുടെ വേഷം സ്വീകരിക്കണം. ഓരോരുത്തരും അവരവരുടെ വേഷം സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമുക്കൊരു മടി ഉണ്ടാകരുത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണ തേച്ച്
കുളിച്ച് മുടി 2 പിളർപ്പായി ചീകിയിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കാറുണ്ടായിരുന്നു. തൊപ്പി ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊപ്പി മാത്രവും ധരിച്ചിട്ടുണ്ട്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു തൻ്റെ ശമായിലിൽ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തൊപ്പി വേണം. എന്ന് ഓയിൽമുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ഓയിൽമുണ്ട് വേണം. എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം. എന്നും ഇട്ടിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് വേണം. ഒരു തൊപ്പിയുള്ളവർ 3 തൊപ്പി വാങ്ങണം. ഇപ്പോൾ ഒന്നുണ്ട്, ഒന്നും കൂടി വാങ്ങാം, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വാങ്ങാം, 3 എണ്ണം വേണം. 3 കോലത്തിലുള്ളതായിരിക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിലുള്ളതായി പറയുന്നു. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിതാ, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. എങ്ങനായാ ഇപ്പം എന്താ, നിക്കരിച്ചാ പോരെ എന്ന് കുറച്ച് ആൾക്കാർ. പോരാ, നിക്കരിച്ചും വേണം, എങ്ങനെ ആവാതിരിക്കും വേണം, നേരങ്ങത്ത് തന്നെ വേണം. എല്ലാം ക്ലിയറാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് വലിയ ദറജയെ, വലിയ സ്ഥാനമാനങ്ങളെ, വലിയ പദവികളെ എത്തിപ്പിടിക്കാൻ കഴിയുന്നത്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയണം. മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ 6 നേരം പല്ലേക്കണം, 6 സമയം പല്ലേക്കണം. പല്ലേക്കണ കാര്യത്തിൽ ഇന്ന് വളരെയധികം മടിയുണ്ട്. നമ്മളൊക്കെ ഇറച്ചി മീനും നന്നായി കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് സാധാരണക്കാർ 2 നേരം എന്തായാലും പല്ലേക്കണം. ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പല്ല് തേക്കണം. സിവാക്ക് എന്നതിന് പല്ല് തേക്കുക എന്ന് മാത്രമല്ല അർത്ഥം കേട്ടോ. സിവാക്ക്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. لا إله إلا الله. اللهم صل على محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. آية الكرسي ندبودا. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നിസ്കാരത്തിന് ഇവിടുത്തെ സമയക്രമീകരണം അനുസരിച്ച് എല്ലാവരും നിസ്കരിക്കണം. നിസ്കരിക്കുന്നത് ജമാഅത്തായിട്ട് തന്നെ ആയിരിക്കണം. ഭക്ഷണം ഇവിടെ തന്നെയാണ് വിതരണം ചെയ്യുന്നത്.
സമയമാകുമ്പോൾ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിൻ്റെ അഹ്ലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ 6 തവണ ഒരു ദിവസം പല്ല് തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യൻ 2 നേരം എന്തായാലും തേക്കണം. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വായക്ക് വാസനയുള്ളവർ കൂടുതലാണ്. ഉള്ള കാര്യം നമ്മൾ മറച്ചിട്ടൊരു കാര്യമില്ല. വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്ന പരിഹാരം. സിവാക്ക് ചെയ്യണം. സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല, പല്ലും തേക്കണം, മോണയും തേക്കണം, നാവും തേക്കണം. അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത്. പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിലും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല, ഊന് തേക്കണം, നാവും തേക്കണം. ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന 200-ൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും. നമ്മളെ നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാന്ന് വാദിച്ചിട്ട് കാര്യമില്ല. നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. പിന്നെ നാവമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം? ആമാശയത്തിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, മലാശയത്തിൽ നിന്ന്, മൂത്രാശയത്തിൽ നിന്ന്, ശുക്ലാശയത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇൻറ്റേണൽ ഓർഗൻസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ്. അതുകൊണ്ടത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ. വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം പല്ലല്ല, വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം നാവാണ്. നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും. പല്ല് ക്ലിയറാക്കിയിട്ട് കാര്യമില്ല. അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ്. അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത്. അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിൻ്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം. എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം. കുടുംബജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണക്കാർ 2 നേരം നിർബന്ധമായും തേക്കണം. മുത്തഅല്ലിമീങ്ങൾ 6 തവണ തേക്കണം. 5 നിസ്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കും. പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും. മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുമ്പോൾ നിർബന്ധമായും ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മുഖം, കയ്യിൻ്റെ ഉൾഭാഗം, കാലിൻ്റെ ഉൾഭാഗം, വെളുത്ത ഭാഗം. അയിക്കൂടെ കയ്യൊന്ന് രേശം കണ്ട് നീട്ടിക്കഴുകി തല ഒന്ന് തടയും ചെയ്താലും ഒതുവായി. അത്രയേ ഉള്ളൂ സംഗതി. ഉദാക്കുക. പക്ഷെ 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക, കയ്യും കാലും സോപ്പിട്ട് കഴുകുക. കൈ കഴുകണത് മുട്ട് വരെ കഴുകുക, നീയത്ത് മറക്കാതിരിക്കുക, തലമ്മൊന്ന് തോണ്ടുക. സംഗതി ഒതുവായി. ഇത് വളരെ പ്രധാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിരിപ്പ് നന്നായി വിരിക്കണം. ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും.
അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വിരിപ്പ് മനോഹരമായി വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം. വിരിപ്പിൽ വരുന്ന മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം. നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് 3 പ്രാവശ്യം കൊടയണം, അതിനുശേഷം വിരിക്കണം. ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രായമായ ആൾക്കാർക്കും പറ്റും. കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പെടുത്ത് 3 തവണ കൊടയ, എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക. എന്നിട്ട് കട്ടിലുമ്മ ചെന്നിരിക്കണം. തോനൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. കയ്യിൽ ഊതുക. തല മുതൽ കാല് വരെ ഒന്നിച്ചൊന്ന് തടവുക. ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരു പ്രാവശ്യം കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന ദിക്ർ അറിയണോർ അത് ചെല്ലുക, അല്ലാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുക. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സുഖമായി ഉറങ്ങുക. എന്താ എത്ര ഉറങ്ങിയിട്ട് നമുക്ക് പൂതിരാത്തത്? ഉറക്കത്തിൻ്റെ നിയമം പാലിക്കാത്തതുകൊണ്ടാണ്. നിയമം പാലിക്കാതെ ഏത് കാര്യം ചെയ്താലും മനസ്സിന് റാഹത്ത് കിട്ടൂല. വണ്ടി ഇങ്ങനെ പോകേണ്ടതിന് പകരം പോലീസിലൊക്കെ നോക്കുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ പോയാൽ എന്തായാലും മനസ്സിന് റാഹത്തുണ്ടാവില്ല. നിയമം പാലിച്ചില്ലെങ്കിൽ മനസ്സിന് റാഹത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായും ഉറങ്ങുമ്പോൾ ഈ കാര്യം സൂക്ഷിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് മടക്കുക. പഴയമാതിരി വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് തലയുടെ മേലെങ്ങനെ ഉഷാറായിട്ട് വെച്ചാൽ ആ ഹോസ്റ്റലിലേക്ക് ആര് കയറി വന്നാലും ആരാ ഇവിടുത്തെ മാനേജറും ചോദിക്കും. വിരിപ്പ് വൃത്തിയായി വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ ഏറ്റവും വൃത്തിയുള്ള ഹോസ്റ്റലായി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിനെ മാറ്റാം. അത് മാത്രം ചെയ്താൽ മതി. ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം. അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത ഉള്ളവരാണ്, ആരും സൂക്ഷിക്കാത്തവരല്ല. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മുത്തഖിയായിരിക്കണമെന്നാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കണം, നല്ലോണം പഠിക്കണം, നന്നായി പഠിക്കണം. ഉള്ളതനുസരിച്ച് അമൽ ചെയ്താൽ കൂടുതലായി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. വിവരം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം, അതിന് കസ്ബിയായ ഇൽമ് എന്നാണ് പറയുക. രണ്ടാമത്തൊന്നുണ്ട് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ഓശാരമായി ലഭിക്കുന്ന വിജ്ഞാനത്തിനാണ് വഹബിയായ ഇൽമ് എന്ന് പറയാം. കസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തുനിന്നും നിങ്ങളെല്ലാവരും വന്നു, നിങ്ങളിവിടെ അങ്ങനെ ഇരിക്കുന്നു, സയ്യിദന്മാർ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇതിനാണ് കസ്ബിയായ ഇൽമ് എന്ന് പറയുന്നത്. വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അധ്വാനമില്ലാതെ ലഭിക്കുന്നു. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, വഹബിയായ ഇൽമ് തെറ്റൂല. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം തെറ്റും. എന്താ കാരണം? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റി, എന്നാൽ പഠിച്ചവൻ എന്തായാലും തെറ്റും, ഉറപ്പാണ്. വഹബിയായ ഇൽമ് തെറ്റൂല. എന്തുകൊണ്ട്? അതിൽ പഠിപ്പിക്കുന്ന ആളുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് തെറ്റാത്തതിൻ്റെ കാരണം. വഹബിയായ ഇൽമാർക്കാ കിട്ടുക? ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾക്കാണ് വഹബിയായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാവണം. നാഫിയായ ഇൽമ്, ലാറായ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമ് 2 എണ്ണമില്ല, ആളാണ് 2 എണ്ണം. നാഫിയായ ഇൽമാണ് ചിലത് എന്ന് പറയും, ചിലത് ലാറായ ഇൽമാണ് എന്ന് പറയും. അങ്ങനെ 2 എണ്ണമില്ല. നാഫിയായ മനുഷ്യനും ലാറായ മനുഷ്യനാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഏത് പഠിച്ചാലും കുഴപ്പം തന്നെയാണ്.
ഉപദ്രവകാരിയായ മനുഷ്യൻ ഖുർആൻ പഠിച്ചു, അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ പഠിച്ചു, എന്നാലും കുഴപ്പം തന്നെ ഉണ്ടാവുക. ഉപകാരപ്രദമായ മനുഷ്യൻ എന്ത് പഠിച്ചാലും അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുക. ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ഉപകാരമില്ലാതെ പോകലാണ്. ഇൽമ മറക്കാനുള്ള കാരണം ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. ഇൽമ മറക്കണതിൻ്റെ കാരണം പഠിപ്പിച്ചു തന്നവനെ നിസാരമായി കാണുന്നതാണ് ഇൽമിൻ്റെ മറവിയുടെ കാരണം. അങ്ങനെ മറന്നാലും പിന്നെ ഓൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. ഇൽമിൻ്റെ മറവി പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ ആ പഠിച്ചത് ഉപകാരമില്ലാതെ പോകലാണ്. MBBS കഴിഞ്ഞിട്ട് ആശുപത്രി സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അവിടേക്ക് പരിശോധനയ്ക്ക് സർജറിക്ക് വരുന്ന ആൾക്കാരുടെ കിഡ്നി കച്ചവടാക്കലാണ് പരിപാടിയെങ്കിൽ ടീച്ചറെ മഷി കുടഞ്ഞിട്ടുണ്ട് എന്നുറപ്പാണ്. ഗുരുവിനെ നിസ്സാരമാക്കിയവനെ പഠിച്ചത് ഉപകാരമില്ലാതെ പോവുകയുള്ളൂ എന്നർത്ഥം. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമല്ല, കുവൈത്ത് പോയി, അല്ലെങ്കിൽ ഖത്തർ പോയി, അല്ലെങ്കിൽ സൗദിയെ പോയി ജ്വല്ലറി തുടങ്ങി നോക്കി, കണ്ണടപ്പീട തുടങ്ങി നോക്കി, ചായ കച്ചവടം തുടങ്ങി നോക്കി, ഹോട്ടലിട്ട് നോക്കി, കടത്തിന് മേൽ കടം കൂടി വരുന്നു. അവസാനം ഒജീനം തടയപ്പെടുന്നു, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. എങ്കിൽ ഗുരുവിനെ നിസ്സാരമാക്കിയവന് മാത്രമേ അങ്ങനത്തെ ഒരു ദുരവസ്ഥ വരുള്ളൂ. അല്ലാത്തൊരാൾക്കും അള്ളാഹു ഒജീനം തടയപ്പെടുകയില്ല. പടച്ച തമ്പുരാൻ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ളതാണ് ഭക്ഷണം. ഒമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭക്ഷണം നൽകൽ അല്ലാഹു തആല ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു മനുഷ്യന് തടയപ്പെടണമെങ്കിൽ അവൻ അവൻ്റെ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭക്ഷണം തടയപ്പെടും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവരാണ്. അതിൻ്റെ ഹുറുമത്തുകളെ പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് ഔദാര്യമായി വിജ്ഞാനങ്ങളെ വർഷിപ്പിച്ചു തരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ വന്നു ചേരും. അതിനുള്ള ഒരു ഒരുക്കവും അതിനുള്ളൊരു മാനസികമായ തയ്യാറെടുപ്പുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മളൊരു വിഷയം പഠിക്കുന്നത് ഒറിജിനൽ സ്രോതസ്സിൽ നിന്നായിരിക്കണം. ഏത് കാര്യവും ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് മാത്രം പഠിക്കണം. ഇസ്ലാം മതം പഠിക്കേണ്ടത് മുസ്ലിമിൽ നിന്നാണ്. ദീനിയായ വിജ്ഞാനം പഠിക്കേണ്ടത് ദീനിയായ വിജ്ഞാനം ഉള്ളവനിൽ നിന്നാണ്. ഖുർആൻ പഠിക്കേണ്ടത് ഖുർആൻ അറിയുന്നവനിൽ നിന്നും ഓതുന്നവനിൽ നിന്നുമാണ്. നിസ്കാരം പഠിക്കേണ്ടത് നിസ്കരിക്കുന്നവനിൽ നിന്നാണ്. നോമ്പ് പഠിക്കേണ്ടത് നോമ്പ് നോൽക്കുന്നവനിൽ നിന്നാണ്. ഏത് അമലുകളെയും അതിൻ്റെ ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് വലിയ വലിയ ആളുകളായി വലിയ വലിയ മഹത്തുക്കളായി മാറാൻ സാധ്യമാകുന്നത്. സലാമത്തിൻ്റെ അഹലുകാരായി നമുക്ക് നിലയുറപ്പിക്കാൻ കഴിയണം. എന്നാൽ മലക്കുകളുടെ സമീപനം നമുക്ക് കിട്ടും. ഒരു മനുഷ്യനെ ഉയർന്നാൽ മലക്കിനേക്കാൾ മേലെ പോകും. മനുഷ്യൻ താഴേക്ക് പോയാൽ മൃഗത്തിൻ്റെയും താഴെ പോകും. മനുഷ്യൻ ഉയർന്നാൽ മലക്കിൻ്റെ മേലെ പോകുമെന്നതിൻ്റെ തെളിവാണ് മിഅ്റാജ്. മലക്കുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മലക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ബഹറുന്നൂർ എന്ന പേരായ വലിയൊരു പ്രകാശത്തിൻ്റെ തടാകത്തിൻ്റെ അടുക്കലെത്തി മിഅ്റാജിൻ്റെ രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും പോകുമ്പോൾ ആ ബഹറുന്നൂർ എന്ന പ്രകാശ താഴ്വാരത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ നിന്നങ്ങോട്ട് പോരാൻ എനിക്ക് അനുമതിയില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, അള്ളാഹുവുമായി സംഭാഷണം നടത്താനാണ് നിങ്ങൾ പോകുന്നത് എന്നറിയിച്ചു. മലക്കുകൾക്ക് പ്രവേശനം നൽകാത്ത സ്ഥലം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുകളിലാണ് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. മലക്കിൻ്റെ മേലെ പോകാം മനുഷ്യന്. താഴേക്ക് പോയാൽ മൃഗത്തിൻ്റെയും താഴെ പോകും. ഉലായിക കൽ അൻആമി ബൽഹും അദല്ല് എന്ന് പറഞ്ഞോടത്ത് എന്തിൻ്റെ മാതിരിയാന്ന് പറഞ്ഞിട്ടില്ല.
ഉലായിക്ക അവര് കൽ അനാമി മൃഗത്തെ പോലെയാണ്, ബൽ അങ്ങനല്ല, ഹും അവർ അളല്ലു അതിനേക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിൻ്റെ മാതിരിയാന്ന് പറഞ്ഞില്ല. കാരണം അതിൻ്റെ താഴത്തേക്ക് ബന്ധന്നെ ഉള്ള വേറൊരു സാധനം ഇല്ല എന്നാണ്. അതേമാതിരത്തെ ഒരു സാധനം പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവണ്ടേ. മനുഷ്യൻ കേടെന്നാലും ഓൻ്റെ താഴത്തേക്ക് പോണ വേറൊരു സാധനം ഭൂമിയിലുണ്ടാവില്ല, ഓൻ തന്നെയുള്ളത്. ഏറ്റവും അതപ്പതിച്ചവൻ കേടുവന്ന മനുഷ്യൻ തന്നെയാണ്. നല്ലത് കേടെന്നാൽ വളരെ മോശമാവും, കേടെന്ന് നന്നായാലോ വളരെ ഉഷാറാവും ചെയ്യും. അങ്ങനെയാണ് മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെച്ച് ഒരു സെക്കൻഡ് കൊണ്ട് കുത്തുബുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ കഥയുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനം നേടിയ ആളുകളായ ഒരുപാട് ആളുകളുടെ കഥ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നന്നാവാൻ എളുപ്പമുണ്ട്, കേടരാനും അതേമാതിരിയാണ്. നന്മയെ നമ്മൾ വിചാരിക്കണം, നന്മയെ നമ്മൾ ലക്ഷ്യമാക്കണം, നല്ലവരുമായി കൂട്ടുകൂടണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ദുആ ചെയ്യുകയും വേണം. നല്ലവരുമായുള്ള സുഹബത്ത് വളരെ പ്രധാനമാണ്. ഒരു നല്ല മനുഷ്യൻ്റെ നോട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മളൊന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ നോക്കണമെന്നില്ല, തങ്ങൾ പാപ്പ ഒരിക്കലും നോക്കിയപ്പോൾ നമ്മളവിടെ ഉണ്ടായാലും മതി, നോട്ടത്തിൽ പെട്ടാലും മതി. കാഴ്ചക്കും കേൾവിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നതും ഒരേ മാതിരിയാണ്. ഒരാൾ ഖുർആൻ ഓതുന്നതും ഒരാൾ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒരേ മാതിരിയാണ്. ഒരാൾ വഅദ് പറയുന്നതും വേറൊരാൾ അത് കേൾക്കുന്നതും ഒരുപോലെയാണ്. ഒരാൾ ഗീബത്ത് പറയണതും വേറൊരാളത് കേൾക്കുന്നതും ഒരേ മാതിരിയാണ്. ഗീബത്ത് പറയാൻ പാടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷേ ഗീബത്ത് കേൾക്കാൻ പാടില്ല എന്ന് നമ്മളാരും ആലോചിച്ചിട്ടില്ല. നുണ പറയണത് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കേൾക്കലും ഒരേ മാതിരിയാണ്. പറയണില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെടണ്ട, കേൾക്കാനും പറ്റൂല. പറയാൻ പാടില്ലാത്തത് കേൾക്കാനും പാടില്ല. പറഞ്ഞാൽ കൂലിയുള്ളത് കേട്ടാലും കൂലിയുണ്ട്. കാഴ്ചക്കും ഇതുപോലെ തന്നെയാണ്. നോക്കുക എന്ന് പറയുന്നതും നോട്ടത്തിൽ പെടുക എന്ന് പറയുന്നതും, അങ്ങോട്ട് നോക്കലും ഇങ്ങോട്ട് നോക്കലും ഒരേ മാതിരിയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പാനെ നമ്മൾ അങ്ങോട്ട് നോക്കലും തങ്ങൾ പാപ്പ നമ്മൾ അങ്ങോട്ട് നോക്കലും ഒരേ മാതിരിയാണ്. നോട്ടം അങ്ങോട്ട് കിട്ടിയാലും നോട്ടം ഇങ്ങോട്ട് കിട്ടിയാലും ഒരേ മാതിരിയാണ്. അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം, ഉള്ള അവസരങ്ങൾ മുതലാക്കാനും നമുക്ക് പറ്റണം. കുറച്ചു കാലം നമ്മുടെ ജീവിതമുള്ളൂ, ഉള്ള കാലം കൊണ്ട് മുതലാക്കാൻ നമുക്ക് കഴിയണം. അവസരങ്ങൾ അള്ളാഹു നമുക്ക് കൊണ്ടുവന്നു തരും. അവസരമില്ലാത്തൊരു മനുഷ്യനുമില്ല, അത് പല രൂപത്തിലായിരിക്കും കൊണ്ടുവന്നു തരിക എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടും. വാസ്തവത്തിൽ ഒരാളെ ബഹുമാനിക്കൂല, അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. എല്ലാവരെയും ആദരിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളത് നമുക്കില്ല. നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ഇന്നോരൊക്കെ ആദരിക്കേണ്ടവരാണ്, ഇന്നോരൊക്കെ ആദരിക്കാതിരിക്കേണ്ടവരാണ്. ആദരിക്കണമെന്ന് ലിസ്റ്റിലുള്ളവരെ മാത്രമേ നമ്മൾ ആദരിക്കുള്ളൂ, അല്ലാത്തവരെ മുഴുവനും അനാദരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ആദരിക്കപ്പെടേണ്ട പലരും നമ്മളറിയാതെ കടന്നു പോകും എന്ന് നമ്മൾ ഓർക്കണം. ഷുജായി മൊയ്തു മൗലവിൻ്റെ ഒരു കഥ ഉണ്ട്. പഴയ കാലത്ത് വലിയ വയല് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഷുജായി മൊയ്തു മൗലവി. സഫലമാല എന്ന പേരിൽ ഷുജായി മൊയ്തു മൗലവിൻ്റെ ഒരു പാട്ടുണ്ട്. ഒരുപാട് നസീഹത്തുകൾ, സ്വർഗം നരകം, മനുഷ്യൻ്റെ ജീവിതം, അഹങ്കാരം, വിനയം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സഫലമാല നല്ലൊരു സാലിഹായ മനുഷ്യനാണ്. വിലായത്തിനെ പാട്ടുകൊണ്ട് ഒളിപ്പിക്കപ്പെട്ട ആളാണ് ഷുജായി മൊയ്തു മൗലവി. അള്ളാഹു പല വിലായത്തുകളെയും പലതുകൊണ്ട് മറച്ചു വെക്കും. ചിലത് പിരാന്തുകൊണ്ട് മറച്ചു വെക്കും, ചിലത് പാട്ടുകൊണ്ട് മറച്ചു വെക്കും, ചിലത് യാചന കൊണ്ട് മറച്ചു വെക്കും. വിലായത്ത് അള്ളാഹു പല വിഷയം കൊണ്ട് മറച്ചു വെക്കും. വിലായത്തിനെ ചിലപ്പം കർമ്മശാസ്ത്രം കൊണ്ട് മറച്ചു വെക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ വിലായത്തിനെ കർമ്മശാസ്ത്രം കൊണ്ട് മറച്ചു വച്ചിട്ടുണ്ട്. വിലായത്തിനെ പാട്ടുകൊണ്ട് മറച്ചു വെച്ച ആളായിരുന്നു ഷുജായി മൊയ്തു മൗലവി. പരിശുദ്ധമായ ഹറമിൽ പോയി 2 ഹറമുകളും സന്ദർശിച്ചു, റൗള ഷരീഫിൽ സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്തു.
അള്ളാഹിൻ്റെ റസൂലിനെ മദീനയിൽ വെച്ച് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ശുജായി മൊയ്തു മൗലവി പറഞ്ഞു, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു വഴികാട്ടിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു വഴികാട്ടിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. മുസ്തഫായ നബി തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു, നിങ്ങളെ കയ്യിലുള്ള തസ്ബീഹ് ചെല്ലണ മാലല്ലേ, തസ്ബീഹ് ചെല്ലണ മാല, ആ മാല ഒരാൾ ചോദിച്ചു വരും, അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ വഴികാട്ടി, നിങ്ങളുടെ ഷെയ്ഖ് മുറബ്ബി എന്ന് പറഞ്ഞു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ. ഈ സ്വപ്നം കണ്ടതിന് ശേഷം ശുജായി മൊയ്തു മൗലവി തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തസ്ബീഹ് മാലയിട്ട് ഇങ്ങനെ നടക്കും, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. മൂപ്പര് സ്വകാര്യത്തിൽ പിന്നെ ആ തസ്ബീഹ് മാല പിടിച്ചില്ല, അതിങ്ങനെ കാണിച്ച് നടക്കും. കഅബ ഷരീഫിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ കുറേ നടന്നു നോക്കി, മക്കത്തും മദീനത്തൊക്കെ കറങ്ങി നോക്കി, ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിലേക്ക് വന്നു. വയല് പറയാൻ പോകും എന്നും വയല് പറഞ്ഞിട്ട് രാത്രി ബസ്സിലൊക്കെ കയറി ലോറിയിലൊക്കെ കയറി രാത്രി മടങ്ങിയെത്തും. ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പെരേക്ക് നടന്നു പോകുമ്പോൾ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ മിന്നിയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഒരു ചെറിയ തട്ടുകട, ആ തട്ടുകടയിൽ നിന്ന് 25 പൈസ 50 പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ മിന്നിയിട്ടാണ് പോവുക. എന്നും ചൂട്ട് വാങ്ങും, അതിൻ്റെ പൈസ കൊടുക്കും. ഒരു ദിവസം വയല് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വന്ന് ചൂട്ട് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്ന് പൈസ വേണ്ട, ആ തസ്ബീഹ് മാല ഇവിടെ തന്നാൽ മതി പറഞ്ഞു. ശുജായി മൊയ്തു മൗലവി പറഞ്ഞു, ഈ തസ്ബീഹ് മാല അങ്ങനെ കണ്ട ചൂട്ടച്ചവടക്കാർക്കൊക്കെ കൊടുക്കാനുള്ള ഒന്നല്ല, തരില്ലായിരുന്നു. ഈ തസ്ബീഹ് മാല തരില്ലായിരുന്നു, ഇതങ്ങനെ കൊടുക്കാനുള്ള മാല ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചൂട്ടച്ചവടക്കാരൻ ചിരിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ തരാൻ പറഞ്ഞ തസ്ബീഹ് മാലല്ലേ, അവിടെ തന്നാളി പറഞ്ഞു. അതിലാണ് കൊടുത്തത് തസ്ബീഹ് മാല. നമ്മൾ ഒരുപാട് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാകാനുള്ള അവസരം എല്ലാവർക്കും തരുന്നുണ്ട്. ഇത് എനിക്കുള്ള അവസരമാണെന്ന് മനസ്സിലാവാത്തതാണ് പ്രശ്നം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവന് ഏറ്റവും വലിയ പരാജയമാണ്. നമ്മളൊരു നല്ല അവസരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അതാണ് ഇൽമിൻ്റെ വഴി എന്ന് പറഞ്ഞത്. പലർക്കും കൊടുക്കാത്ത സൗഭാഗ്യം അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സൗഭാഗ്യം. അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇൽമിൻ്റെ വഴിയിൽ ശൈത്താൻ ഷെയ്പ്പാക്കണ അത്ര വേറെ ഒരു വഴിയിലും ഷെയ്പ്പാക്കൂല എന്നാണ്. ഏറ്റവും കൂടുതൽ പിശാചിൻ്റെ ശല്യമുള്ളത് ഇൽമിൻ്റെ വഴിയിലാണ്. കാരണം വരുന്ന തലമുറയെ കൂടി നന്നാക്കിയെടുക്കാൻ ആലിമുകൾക്ക് കഴിയും എന്നതിനാൽ അവരെ മോശാക്കാനുള്ള പ്രവർത്തനം, അവരെ പിന്തിരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാകുക. നന്നായി പ്രവർത്തിക്കണം, ഒരു പരാജയം ഉണ്ടാവില്ല. ഒരു ശൈത്താൻ വെറുതെ പറയാണ്, ഒരു പരാജയം ഉണ്ടാവില്ല. ചില അടിസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് രക്ഷിതാക്കളും കുറച്ച് സ്ത്രീകളൊക്കെ ഈ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ഒരുപാട് കുടുംബ സംഗമങ്ങൾക്ക് പോകാറുണ്ട്, ഒരുപാട് കുടുംബ സംഘങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂല്യർ എന്തായാലും വേണം. എല്ലാവരും മൂല്യന്മാരാവണം എന്ന് ഞാൻ പറയണില്ല, എല്ലാവരും അത്യാവശ്യം പഠിക്കണം എന്നേ പറയണുള്ളൂ. എല്ലാവരും ഒരു മുത്തഫരീദ്, ഒരു നൂറുൽ അബ്സാർ, ഒരു ഫത്വ മുഈൻ എല്ലാവരും ഓതണം, പഴയ കാലത്ത് ഓതിയെന്നു. എല്ലാവരും വലിയ വലിയ മൂല്യന്മാരാണെന്നല്ല ഞാൻ പറയണത്. ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂല്യരുണ്ടാവണം. അല്ലെങ്കിൽ കുടുംബ സംഗമം നടത്തി കുടുംബത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കണം. ചിലപ്പോൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ പരിചയപ്പെടും. എവിടെയെന്ന് ചോദിക്കും, ഇന്നോടത്താണ്. എവിടെ ജോലി ഇന്നോടത്താണെന്ന് പറഞ്ഞാൽ അവിടെ ദർസുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അവിടെ ദർസൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, അവിടെ ഇപ്പോൾ ദർസുണ്ട്, മുമ്പ് ദർസുണ്ടായിരുന്നില്ല. ദർസില്ല എന്ന് പറഞ്ഞാൽ ഓല് പറയും, ഇപ്പം ഇതിനെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ദർസൊന്നും ഇപ്പോൾ തീരെ ഇല്ല. അപ്പോൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മൂപ്പരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കും. എനിക്ക് 4 ആൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളൊക്കെ കെട്ടിച്ചോ, പെൺകുട്ടികളെ കെട്ടിച്ചു. ആൺകുട്ടികളൊക്കെ അക്കരമയാണ്, കുവൈത്തിലാണ്, ഖത്തറിലാണ്. മൂല്യന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ആരും മൂല്യരല്ല. എന്ന് പറഞ്ഞാൽ ആർക്കും അവനാൻ്റെ മക്കളെ മൂല്യന്മാരാക്കാൻ പറ്റൂല എന്ന നാട്ടിൽ കുറേ മൂല്യന്മാർ വേണേനോ. ഇതെങ്ങനെ നടക്കുക? അതിനായിട്ട് ഇപ്പോൾ കുറേ മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരുമൊന്നുമില്ല. അവനാൻ്റെ കുട്ടികളെ മൂല്യന്മാരാക്കിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂല്യർ, ഒരു ആലിമുണ്ടായിരിക്കണം. വിഷയങ്ങൾ ചോദിക്കാനും പറയാനും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കൾ കൂടി ഉള്ള ഒരു സംഗമം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ വഴി എന്ന് പറയുന്നത് മൻ സലക ത്വരീഖൻ ഇലൽ ഇൽം സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിൻ്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ
സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. പഠിക്കണതിനനുസരിച്ച് വിവരമില്ല എന്നുള്ള വിവരമാണ് വേണ്ടത്, അല്ലാതെ എനിക്ക് വിവരം ഉണ്ട് എന്നുള്ള വിവരമല്ല വേണ്ടത്. അതിന് പഠിപ്പ് എന്ന് അറിയില്ല. നിറകുടം തുളുമ്പൂല എന്നാണ്, അരക്കുടേ തുളുമ്പുള്ളൂ എന്നാണ്. ഒരാൾ തോനെ പഠിച്ചാൽ ഓന് മനസ്സിലാകേണ്ട കാര്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കിയ വിവരം തന്നെ വളരെ കുറച്ചാണ്. ഒമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് അല്പമല്ലാതെ വിവരം നൽകപ്പെട്ടിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിലേക്ക് ഇറക്കിയ വിവരം തന്നെ അമ്പിയാക്കളുടെ വിവരം എടുത്താൽ തന്നെ കുറച്ചേ ഇറക്കിയിട്ടുള്ളൂ. അതിന് ലേശം നമുക്ക് കിട്ടുമ്പോഴത്തിന് നമ്മൾ വലുതാകരുത്. വിവരത്തിനനുസരിച്ച് മനുഷ്യൻ ചെറുതാവണം. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ വലുതാകണ വിവരമല്ല, നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ചെറുതാവുന്ന വിവരമാണ്. അപ്പോൾ വിവരം പഠിച്ചാൽ കിട്ടേണ്ടത് വിവരം ഉണ്ടായില്ലല്ലോ എന്ന വിവരമാണ്. അതിനാണ് ഒറിജിനൽ വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിനയത്തിനാണ് മനുഷ്യൻ്റെ വിജ്ഞാനം ഉപകരിക്കേണ്ടത്. അവനെയാണ് ആളുകൾ അംഗീകരിക്കുന്നത്, അവനെയാണ് മലക്കുകൾ അംഗീകരിക്കുന്നത്, അവനെയാണ് അള്ളാഹും അംഗീകരിക്കുന്നത്. ഏറ്റവും വിവരമുള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന അലി റളിയല്ലാഹുവിനെ കുറിച്ച്, ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ അലി റളിയല്ലാഹുവിനു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും കൂടെ നടക്കുന്നത് പുണ്യനബിൻ്റെ കൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എപ്പോഴും നമ്മൾ സഹവസിച്ചിട്ട് നബിയെക്കുറിച്ച് പോലും നമുക്കുള്ള വിവരം ഉറയിലിട്ട വാളിനെ പോലെയുള്ള വിജ്ഞാനമാണ് എന്നൊരിക്കൽ പറഞ്ഞു. ഉറയിലിട്ട വാളിനെ പറ്റി എന്ത് വിവരം ഉണ്ടാകുക? അതൊരു വാളാന്ന് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ഇരുമ്പാണോ സ്റ്റീലിൻ്റെ ആണോ വെള്ളിൻ്റെ ആണോ മൂർച്ചുണ്ടോ വെള്ളിൻ്റെ കെട്ടുണ്ടോ സ്വർണത്തിൻ്റെ കെട്ടുണ്ടോ ഒരൈഡിയും കിട്ടൂല. ഒരു വാളാണ് എന്ന് കിട്ടും, അത്രേ കിട്ടുള്ളൂ എന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയോടത്ത് തന്നെയാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ, അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളന്തമുണ്ടാവലാണ് ഏറ്റമന്തം. ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ളന്തരം ആനയും പേനും കണക്കയത്രേ. അജ്ഞൻ പ്രഭുവായിട്ടെന്തു കാര്യം മഹാ വിജ്ഞൻ ദരിദ്രനാണെങ്കിലെന്ത്. ശുദ്ധാജലമൊഴും കൊച്ചു സരസിൻ്റെ ശ്രേഷ്ഠത ആഴിപ്പരപ്പിനുണ്ടോ. നിശ്ചയം ആ കടൽ വെള്ളമുപ്പാർന്നതാം കൊച്ചു സരസിലോ സ്വച്ഛവെള്ളം. മിന്നാമിനുങ്ങിൻ കുലമൊത്തു ചേർന്നുകൊണ്ടൊന്നിച്ചു മിന്നാൻ തുടങ്ങിയാലും പാലൊളി തൂകുന്ന പൗർണമി കൊക്കുമോ വിണ്ണിൽ പ്രകാശം പരത്തിടുമോ. അള്ളാഹു നാഫിയായ ഇൽമ് തരട്ടെ. നമ്മളെല്ലാവരെയും മുഖ്റവിയായ ആലിമീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.